ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് LCU ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിലല്ല, മറ്റൊരു യൂണിവേഴ്സിൽ വരുന്ന ഒരു പടമാണ് ബെൻസ്. ഈ ബെൻസിൽ നിവിൻ പോളിയുടെ ക്യാരക്ടർ റിവീൽ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നല്ല അപ്രിഷ്യേറ്റ് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ പുള്ളിയെ വാനോളം പുകഴ്ത്തിയാണ് ഓരോരുത്തർ ഓരോ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് എന്തോ തോന്നി, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോ അവസാനം വരുന്ന കാണണം. എൻ്റെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ആരെ ആക്ഷേപിച്ച് പറയുന്നതല്ല, ഇത് എനിക്ക് എന്തോ തോന്നി, അതാണ് ഞാൻ ഈ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ലോകേഷ് കനകരാജാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തേക്കുന്നത്. എന്താണല്ലേ, അതായത് കുറച്ച് വർഷങ്ങളുമുണ്ട്, കുറച്ച് സിനിമകളുമുണ്ട്. ഒരു സിനിമ പ്രൊഡക്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യം തന്നെ. പിന്നെ ഇതിൻ്റെ ലോകേഷിൻ്റെ തന്നെ ഒരു അസിസ്റ്റൻ്റാണ് ഈ ഒരു സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്, ബെൻസ്. പുള്ളിയുടെ പേര് ഭാഗ്യരാജ് കണ്ണൻ. പിന്നെ ഇതിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഇതിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇപ്പം കത്തി നിൽക്കുന്ന അനിരുദ്ധിനെക്കാട്ടിലും മേളിൽ നിൽക്കുന്ന മ്യൂസിക് ഈ മ്യൂസിക് ഡയറക്ടർ. അത് പുതിയൊരു പയ്യനാണ്, എനിക്കൊന്ന് 20-21 വയസ്സങ്ങാണ്ടേ ഉള്ളൂ. കിടിലായിട്ട് മ്യൂസിക് ചെയ്യും. സായി അഭിയങ്കർ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. കിടിലായിട്ട് മ്യൂസിക് ചെയ്യും. ഇപ്പം പ്രദീപ് രംഗനാഥിൻ്റെ ഒരു പടം ഇപ്പം മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കും. അതിപ്പം ഉടനെ ഇറങ്ങും, എനിക്കൊന്ന് ദീപാവലിക്ക് അങ്ങോട്ട് റിലീസാന്ന് തോന്നുന്നു. അപ്പോൾ അതിന് പിന്നെ ഇപ്പം അറ്റ്ലിയുടെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, അല്ലു അർജുൻ 5-6 അങ്ങോട്ടുള്ള ഒരു പടം ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് മ്യൂസിക് ചെയ്തേക്കുന്ന പുള്ളിയാണ്. ലോകേഷ് കനകരാജ് എന്ന് പറഞ്ഞാൽ കൈദിക്കകത്തൂടെ തുടങ്ങിയ യൂണിവേഴ്സ് ഇപ്പം എത്തി നിൽക്കുന്നത് ലിയോയില്ല. ബെൻസ് എന്ന് പറയുന്നത് മറ്റൊരു യൂണിവേഴ്സാണ്. ഭാവിയിൽ എപ്പോഴെങ്കിലും ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യാനായിരിക്കും ഇയാളുടെ തീരുമാനം, ലോകേഷിൻ്റെ തീരുമാനം. അപ്പോൾ ഈ പടം ഇതിൻ്റെ നിവിൻ പോളിയുടെ ക്യാരക്ടർ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചാനലിൽ വീഡിയോ കാണിക്കുന്നില്ല. വീഡിയോ എന്ന് പറഞ്ഞാൽ പണി കിട്ടും, ചിലപ്പം കോപ്പിറൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ട് കണ്ടിട്ട് എങ്ങനെ തോന്നിയെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ തുടക്കം പുള്ളിക്കാരൻ ആരെയും എടുത്തിട്ട് പെരുമാറുന്നതാണ് കാണിക്കുന്നത്, ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. പിന്നെ ഇറങ്ങി വരുന്നു, പുള്ളിയുടെ ഫേസ് റിവീൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു. പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവൻ്റെ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ 2 ട്വിൻ ഫിഷി എന്നും പറഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് നിവിൻ പോളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഡബിൾ ആണെന്നോ തോന്നുന്നു. അപ്പം ഈ ബെൻസിൻ്റെ തല വെട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി എന്തോ കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. സത്യം പറയാമല്ലോ, ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു നിവിൻ പോളി ഒരു കോമഡി പീസാക്കിയിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇനി ഈ ക്യാരക്ടറിനെ ഇനി ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഇനി അതേപോലത്തെ ക്യാരക്ടർ ആണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഈ പുള്ളിക്കാരനെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ പുഷ്പയുണ്ടല്ലോ, പുഷ്പൻ താഴത്തില്ലടോ, പുഷ്പയ്ക്ക് ആ KGF കൂടെ ചേർന്ന് വന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ പുഷ്പയുടെ എന്തോ കാളിവേഷം കാണിക്കുന്ന കുറച്ച് സീനുണ്ടല്ലോ, അതും പിന്നെ എന്തോ KGFൻ്റെ ആ ഒരു ചുറ്റികയും കൊണ്ട് കാണിക്കുന്ന ആ ഒരു സീനെന്ന് വെച്ചാൽ ഒരു ഇമിറ്റേഷൻ ചെയ്യാൻ കാണിക്കും. ഈ എറണാകുളത്ത് വനിത വിനീത തിയേറ്ററിലൊക്കെ ഓരോ റിലീസാകുമ്പോൾ ഓരോ അപരാധങ്ങൾ വരുമല്ലോ, അതായത് ഓരോ വേഷം കെട്ടിക്കൊണ്ട്. എനിക്ക് കറക്റ്റ് അതേപോലെയാണ് നിവിൻ പോളിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരിടത്ത് പോലും എനിക്ക് സീരിയസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഒരു കട്ട കോമഡി പീസ് തന്നെ. നിവിൻ പോളി അതിനകത്ത് പറയുന്നതിനും ഒരു വീഡിയോയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പുള്ളിക്കാരനെ ഒരു കോമഡി പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ ഇതിനകത്ത് റിവീൽ ആക്കിയിട്ടുണ്ട്, വാൾട്ടർ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ കണ്ടിട്ട് ലാലേട്ടൻ്റെ ഒക്കെ സിനിമ കണ്ടിട്ട്, സ്പടികമൊക്കെ കണ്ടിട്ട്, കൊച്ചു പിള്ളേർ നമ്മുടെ മുണ്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊച്ചു പിള്ളേർ റെബൻ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ, ഇമിറ്റേഷൻ ചെയ്യുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ആ പുഷ്പയെ എന്തുവാ ഇമിറ്റേഷൻ ചെയ്യാൻ കിടന്ന് പാടുവരുന്ന ഒരു നിവിൻ പോളിയെ ഞാൻ കണ്ടത് ഈ ഒരു വീഡിയോയിൽ. ഒട്ടും പഞ്ച് തോന്നിയില്ല. പിന്നെ ഇത് കണ്ടിട്ട് റോളക്സിനെ കാട്ടിലും മേളിൽ നിൽക്കുന്ന വില്ലനാന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് എന്തുവാന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇനി വേറെ വില്ലന്മാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് മാത്രമോ വില്ലനെങ്കിൽ പടം എങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ അകത്ത് ആക്ടറായിട്ട് വന്നേക്കുന്നത് ബെൻസിൻ്റെ ആക്ടറിനെ അറിയാലോ, രഘവൽ ലോറൻസ്. പുള്ളിക്കാരൻ്റെ മുഖത്ത് ഒരു ഭാവം പോലും വരത്തില്ല, എല്ലാ ഭാവവും ഒരുപോലെ തന്നെ പുള്ളിക്കും വരത്തുള്ളൂ, മഹേഷ് ബാബുവിൻ്റെ കൂട്ട്. പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു ക്യാരക്ടർ ഇല്ലയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ബെൻസിൻ്റെ ലോറൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഹോളിവുഡ് മൂവി ഗോസ്റ്റ് റൈഡർ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ഇൻട്രൊഡക്ഷനാണ് പുള്ളിക്കും കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ നിവിൻ പോളിയെ ആക്ഷേപിച്ച് പറഞ്ഞൊന്നുമല്ല, പുള്ളിക്കാരന് ചേരുന്ന കുറേ റോളുകളുണ്ട്. ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2013 തൊട്ടാന്ന് തോന്നുന്നു, 2013-16 വരെയൊക്കെ നിവിൻ പോളി ഇല്ലെങ്കിൽ മലയാള സിനിമ ഓടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലാലേട്ടൻ്റെ ആയാലും മമ്മൂക്കയുടെയും പടങ്ങൾ ഓടാത്ത സമയത്ത് പുള്ളിയുടെ പടം നല്ല രീതിയിൽ ഓടുന്നുണ്ടായിരുന്നു. ആ വർഷത്തെ ഏറ്റവും നല്ല കളക്ഷൻ കിട്ടുന്ന മൂവിയായിട്ട് മാറുന്നുണ്ടായിരുന്നു. ഒരു സമയത്ത്
ദുൽഖറിനെക്കാട്ടിലും മേളിൽ നിന്ന ഒരു ആക്ടറായിരുന്നു. എന്നുവെച്ചാൽ സ്റ്റാർഡം ബേസിലല്ല എങ്കിലും ദുൽഖറിൻ്റെ പടം ഓടാത്ത സമയത്തൊക്കെ പുള്ളിയുടെ പടം നല്ല രീതിയിൽ ഓടുന്ന ആ ഒരു വർഷം ഏറ്റവും നല്ല സിനിമയായിട്ട് വന്ന വർഷങ്ങളുണ്ട്. പുള്ളിയുടെ അടി പറ്റുന്നതെന്ന് പറഞ്ഞാൽ 2016 തോന്നുന്നു ഒരു റിച്ചി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, കന്നഡ സിനിമയുടെ റീമേക്ക് തമിഴിലോട്ട്. അന്ന് തൊട്ടാണ് പുള്ളിയുടെ പതനം. പിന്നെ ഗതി പിടിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം പുള്ളിക്കാരനെ ആരും യൂസും ചെയ്തിട്ടില്ല. എന്തൊക്കെയൊക്കെ തട്ടിക്കൂട്ടാൻ വേണ്ടി ഒരു പടം ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഒരു പടം നല്ല ഇനി ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്ങനെ എന്തോന്ന് ഈ ഒരു സിനിമയുടെ നമ്മൾ ഒരു ഡയലോഗ് മാത്രമേ കാണിച്ചിട്ടുള്ളല്ലോ. ഇനി ക്യാരക്ടർ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയത് ഒരു കട്ട കോമഡി പീസായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനൊരു ആശയപരി പറഞ്ഞൊന്നുമല്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇത്രയാണ്. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.